ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഇരിങ്ങാലക്കുട. ഡോക്ടർ ആർ ബിന്ദുവും തോമസ് ഉണ്ണിയാടനും സന്തോഷ് ചറാക്കുളവുമാണ് പ്രധാന പോരാളികൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലത്തിലെ വിധിയറിയാൻ ഏവരും കാത്തിരിക്കുകയാണ്. വന്നുകൂടിയവരെല്ലാം ആരാധിച്ച മണ്ണാണ് കൂടൽമാണിക്യം. സംഗമേശ്വരന്റെ ഐതിഹ്യ പെരുമ. വമ്പന്മാരും കൊമ്പന്മാരും ഇരിങ്ങാലക്കുടയിൽ വാണിട്ടുമുണ്ട്, വീണിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയിൽ രാഷ്ട്രീയം പ്രവചനാതീതമാണ്. ഇത്തവണയും അതിൽ മാറ്റമില്ല. ഇരിങ്ങാലക്കുടയിൽ തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പ്രവണതകൾ വിലയിരുത്തി വിജയം തങ്ങളുടേതാകുമെന്ന് ഓരോ മുന്നണിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ചിലർക്കിത് ഉറച്ച വിശ്വാസവും മറ്റു ചിലർക്കിത് ആശങ്കയും സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. മുൻ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ അടിസ്ഥാനമാക്കി ഇത്തവണയും LDF വിജയം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 തവണ നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അതേസമയം കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ ആർ ബിന്ദു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 2 ലക്ഷം വോട്ടർമാർ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ 1,48,654 പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ആർ ബിന്ദു 62,493 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ തോമസ് ഉണ്ണിയാടൻ 56,544 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. BJP സ്ഥാനാർത്ഥിക്ക് 34,329 വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം മാറി. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ 46,499 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 45,222 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 59,515 വോട്ടുകൾ നേടി 1ാം സ്ഥാനത്തെത്തി. 136 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി മുന്നിലെത്തിയത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും ചിത്രം മാറി. മണ്ഡലപരിധിയിലെ പഞ്ചായത്തുകളിലും ഇരിങ്ങാലക്കുട നഗരസഭയിലും ചേർന്ന് ഇടതുമുന്നണി ഏകദേശം 6,300 വോട്ടുകളുടെ മേൽക്കോയ്മ നേടി. 3 വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആരാകും വിജയിക്കുക എന്നത് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. 3 മുന്നണികളും ആയിരക്കണക്കിന് വോട്ടുകൾ നേടുമെന്ന് അവകാശപ്പെടുന്നു. വിജയുടെ ഭൂരിപക്ഷം 4,000 മുതൽ 6,000 വരെ വോട്ടുകൾക്കിടയിൽ ആയിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ മണ്ഡലത്തിലെ 94,592 വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 69,199 പുരുഷന്മാരും 80,380 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. ഇരിങ്ങാലക്കുടയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഫലം നിർണായകമാകുമെന്ന് വ്യക്തമാണ്. യോഗ്യരായ 3 സ്ഥാനാർത്ഥികൾ കൊമ്പുകോർക്കുകയാണ് ഇരിങ്ങാലക്കുടയിൽ. തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ആരാണ് വിജയി എന്നറിയുകയാണ് ഇനി പ്രധാനം. നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ടോജോയോടൊപ്പം മാളവിക, മീഡിയ ടൈം.